സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ പത്രമാധ്യമങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള അല്ലെങ്കിൽ റീഡർഷിപ്പുള്ള മാധ്യമത്തിനാണ് പരസ്യ ചിലവ് കൂടുതൽ. ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് എത്രത്തോളം കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ റീഡേഴ്സ് ഉണ്ടോ അതിൽ പരസ്യം ചെയ്യാൻ കൂടുതൽ പൈസ വേണ്ടി വരും. പത്രങ്ങളെ പോലെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളും. ഇന്ന് അത്രയും വാണിജ്യവൽക്കരിച്ച് ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണുമ്പോൾ എങ്ങനെ സ്വന്തമായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ നിലനിർത്താം, സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, അതിനെങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്ലോമറേഷൻ എന്ന് പറയാം അതിന്. കാരണം വെച്ചാൽ ഒരു ക്ലസ്റ്റർ നമ്മൾ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനോരമയുടെ കാര്യം എടുത്തു പറഞ്ഞു, ഒരു എക്സാമ്പിളായിട്ട് മാത്രം. ഓക്കെ, മനോരമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലകളിൽ അത് വ്യാപിച്ച് കിടക്കുകയാണ്. അതായത് പത്രം എന്നുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ഡെലിവറി ചെയ്യുക, അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഈ ജനങ്ങളുമായിട്ട്, അവരുടെ കയ്യിലുള്ള ജനങ്ങളുമായിട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ജനങ്ങൾ മാറി ചിന്തിക്കാതിരിക്കാൻ എങ്ങനെ ജനങ്ങളെ എൻഗേജ് ചെയ്യാം എന്ന രീതിയിൽ അവർ പല അതിലിപ്പോൾ അഗ്രികൾച്ചറായിട്ടാണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനായിട്ടാണെന്നുണ്ടെങ്കിലും അത്തരം ഇവൻറ്റ്സിൽ എൻ്റെ ഭാഗമാവുകയും സ്പോൺസറാവുകയും അല്ലാതെ ഇനീഷ്യേറ്റ് ചെയ്യുകയും അങ്ങനെ പല മേഖലകളിൽ അതിലേക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ഏരിയ വലുതായി കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു മെത്തേഡ് ഇപ്പോൾ KSRTC കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായിട്ട് മാറും. ഒന്ന് കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒരു കൂടുതൽ കടന്നുവരവ് അല്ലെങ്കിൽ ബസ്സിലേക്ക് കടന്നുവരവ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അത് സ്ഥിരമാകുമ്പോൾ അതിലേക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ബ്രാൻഡ്സ് ഉണ്ടാവും.